ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി പൊട്ടറ്റോ സ്റ്റൂ ആണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇവയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തത് ഞാൻ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ്. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള, ക്യാരറ്റ്, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് നമ്മൾ വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി വേവിക്കണം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തവി കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് ഉടച്ച് കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങും ഉടച്ച് കൊടുക്കേണ്ടതില്ല, കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് കൂടി ഒഴിച്ച് കൊടുക്കാം. കാഷ്യൂനട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെപ്പോഴും കഴിക്കുന്ന സ്റ്റൂവിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കും ഇതിൻ്റെ ടേസ്റ്റ്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കറി ചൂടാക്കിയെടുക്കാൻ. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ സ്റ്റൂ ആണ്. നമുക്ക് ഇടിയപ്പത്തിനോടും ദോശ, ചപ്പാത്തി എന്നിവയോടൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.